ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അയർക്കുന്നത്തുള്ള കൊങ്ങാണ്ടൂരില്ലേ കേട്ടോ, കൊങ്ങാണ്ടൂരുള്ള ബ്രീഡേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞ സ്റ്റഡ് ബ്രീഡിംഗ് സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. ആട് വളർത്തൽ കേന്ദ്രമാണ്. ഇവിടെ ബ്രീഡേഴ്സ് ചോയ്സ് അനുസരിച്ച് പറ്റിയ മെയിൽ ബ്രീഡ് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പാപ്പരാസി വേണോ, ജമുനാപ്പാരി വേണോ, അല്ലെങ്കിൽ ബീറ്റൽ വേണോ, അതനുസരിച്ച് ബ്രീഡ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മുടെ മഹേഷ് ഏട്ടൻ്റെ ഫാമിലാണ് വന്നിരിക്കുന്നത്. മഹേഷ് ഏട്ടനെ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താം. മഹേഷ് ഏട്ടാ, ഇത് ഏത് ബ്രീഡായി നിൽക്കുന്നത്? രാജസ്ഥാൻ സ്വദേശിയായിട്ട്. രാജസ്ഥാൻ. ഒന്നും ഇങ്ങോട്ട് മാറി നിൽക്കാവോ? ആ, ഇത് രാജസ്ഥാൻ. ഞാൻ മഹേഷ് ഏട്ടനെ പരിചയപ്പെട്ടാം. മഹേഷ് ഏട്ടൻ ഒന്ന് മഹേഷ് എന്നാണ്, കോട്ടയം അയർക്കുന്നതാണ് സ്ഥലം. ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ ഈ മുട്ടനാട വളർത്തുന്ന ഇതുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒരു 6-7 കൊല്ലമായിട്ട് ബ്രീഡ് ആടുകളെ നിർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ക്രോസിങ്ങിന് വേണ്ടിയല്ലേ? ക്രോസിങ്ങിന് വേണ്ടി മാത്രം നിർത്തുന്നതാണ്. അപ്പോൾ അതിനെ ഞാൻ കാണിക്കാം. മഹേഷ് ഏട്ടൻ്റെ പൊന്നോമനെ കാണിച്ചു തരാം. ഇത് കണ്ടോ ഇവൻ്റെ, കണ്ടോ പിന്നെ ഇതിൻ്റെ ഒന്ന് പറഞ്ഞു തന്നെ മഹേഷ് ഏട്ടാ, ഇവൻ്റെ ഈ ബ്രീഡിൻ്റെ ഒരു സിരോഹി എന്ന് പറയുന്ന സിരോഹി പർപ്പസാരി. ഫുൾ ബ്രൗൺ കളറുള്ളതിനെ പർപ്പസാരി എന്നും വിളിക്കും. ഈ ഇതുപോലെ പാണ്ട് ഉള്ള ആടിനെ സിരോഹി എന്ന് വിളിക്കും. നല്ല ഇറച്ചിയ തൂക്കത്തിലും വരും. ഫീമെയിൽസ് ആണെങ്കിലും നല്ല ഗ്രോത്ത് റേറ്റ് ഉള്ളതാണ്. ഇവരും നല്ല നല്ല പാലും ശേഷിയുള്ള ഇനമാണ്. ഇതിന്റെ സിരോഹി. സിരോഹി ഇതിന്റെ ഫുൾ ബ്രൗൺ കളറിൽ വരുന്നതിന് പർപ്പസാരി എന്ന് പറയുന്നത്. പർപ്പസാരി ഈ കളറിൽ വരുന്നത്. ആ ബ്രൗൺ കളറിൽ വരുന്ന ഇതിന് ഫുള്ള് വരുവാണെങ്കിൽ പർപ്പസാരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഇത് സിരോഹി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് പഞ്ചാബി എന്നാണ് വരുന്നത്. ഇത് രാജസ്ഥാൻ ബ്രീഡാണ്. രാജസ്ഥാൻ ബ്രീഡാണ്, സിരോഹിയാണ്. നല്ല സൈസാണ് കണ്ടോ, മെയിൽ കണ്ടോ. അവൻ്റെ തല കണ്ടോ, തലങ്കി. ഇവൻ്റെ പ്രത്യേകത എന്നാ, കണ്ണിന് ഇതാണ് ചേട്ടൻ്റെ സിരോഹി മുട്ടനാട്. സ്റ്റഡിങ്ങിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. നല്ല അടിപൊളി കണ്ടോ, അവൻ്റെ ചെവി കിടക്കുന്നതുണ്ടോ. സൂപ്പർ ആട്, സൂപ്പർ മെയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ക്രോസ് ചെയ്യിക്കണമെങ്കിൽ, സിരോഹിയെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുകയാണെങ്കിൽ ഇത് ഇവനെ കൊണ്ട് ക്രോസ് ചെയ്യിക്കാം. ഇവൻ അടിപൊളി കണ്ടോ, അവൻ്റെ പഞ്ചൊക്കെ കണ്ടോ, തല കൊമ്പിൻ്റെ ആ ഷേപ്പ് എന്ത് രസമാണെന്ന് നോക്കി കണ്ടോ. കണ്ടോ, ചേട്ടൻ്റെ പൊന്നോമനയാണ് സിരോഹി. മഹേഷ് ചേട്ടൻ്റെയാണ് ബീറ്റൽ, പഞ്ചാബി ബീറ്റൽ അല്ലേ. കണ്ടോ, അവൻ്റെ പ്രത്യേകത എന്നാക്കിയത്. ഇത് എത്ര ലിറ്റർ പാല് കിട്ടും? ഇത് പഞ്ചാബ് ബീറ്റിൽ നല്ല 4 ലിറ്ററൊക്കെ വരെ പാല് കിട്ടുന്ന ഇനത്തിലുള്ളതാണ്. പക്ഷേ നമുക്ക് പാലിൻ്റെ ഉൽപ്പാദനം കൂടുന്നതനുസരിച്ച് അതിനോടുള്ള കെയറിങ്ങും കൂടണം അല്ലേ. ഇവര് ഒരു ഫീമെയിൽസ് ആണ് ഒരു 60 മുകളിൽ ആവറേജ് നല്ല ഗ്രോത്ത് റേറ്റ് ക്വാളിറ്റിയിലുള്ളതാണെങ്കിൽ, മെയിൽ ഇവനൊരു 100+ വെയിറ്റ് ഉണ്ടാവും. 100+ വെയിറ്റ് ഉണ്ടല്ലേ. ഇതിൻ്റെ വെള്ളിക്കണ്ണാ അല്ലേ? അവരുടെ വെള്ളിക്കണ്ണാണ്. കണ്ണാണ് ചെയ്ത് കണ്ടോ. പിന്നെ വീട്ടിൽ പൊതുവെ ഉണ്ടോ ഇതിൻ്റെ തല ഷേപ്പ് ഇങ്ങനെ അല്ലേ, വെള്ളിക്കണ്ണ്. ഇതിൻ്റെ തീറ്റ എന്നാ ചേട്ടാ കൊടുക്കുന്നത്? ഇവനെ പുല്ലും പിന്നെ ഹരാഹരായിട്ട് പുളിയേരി പരുത്തിപ്പെണ്ണാക്കും. ഇവന് എത്ര വയസ്സ് കാണും ഇപ്പോൾ? ഇവന് 3 വയസ്സ് റേഞ്ച് പ്രായമായിട്ടുണ്ട്. ഇവനെ നമ്മൾ സ്റ്റഡി ചെയ്യിക്കുമ്പോഴേ ക്രോസ് ചെയ്യാൻ എത്ര രൂപയാണ് മേടിക്കുന്നത് സാധാരണ? എല്ലാ ബ്രീഡിനും 500 രൂപയ്ക്ക്. വളരെ കുറച്ചാണ് മേടിക്കുന്നത്. 1000 മേടിക്കണ്ടോ? ഇവനെ അത്രയും ചിലവുണ്ട് ഇവൻ്റെ കണ്ടോ, മുഖമൊക്കെ കണ്ടോ. അപ്പോൾ സാധാരണ കർഷകരോട്, സാധാരണ ആൾക്കാരോട് 500 രൂപയെ മേടിക്കുന്നുള്ളൂ കണ്ടോ. ഏകദേശം 100 കിലോ മേളിൽ വെയിറ്റ് വരും. ഇതിൻ്റെ ഫീമെയിൽ ആടിന് 2 ലിറ്റർ കൂടുതൽ പാല് കിട്ടും അല്ലേ. 3-3.5 ലിറ്റർ ക്വാളിറ്റിയിൽ. ഇതിൻ്റെ ചെവി കിടക്കുന്നുണ്ടോ, പ്ലാവല പോലെ ഇങ്ങനെ നീണ്ട് കണ്ടോ. ഓരോ ബ്രീഡിനും അതിൻ്റെ പ്രത്യേകം. ഇതൊക്കെ ഒറിജിനൽ അത്യാവശ്യം ക്വാളിറ്റി ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ വന്നാലത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ. ഈ ബീറ്റൽ ഇതിൻ്റെ സ്വദേശം പഞ്ചാബ് ബീറ്റിൽ നിന്നാണ് അറിയപ്പെടുന്നത്. ഫുൾ ബ്രൗൺ ബ്ലാക്ക് കളറിൽ വെള്ളിക്കണ്ണ്, പിന്നെ നല്ല പഞ്ച് ഫേസ് ഉണ്ട്. പിന്നെ ഏകദേശം കൊമ്പ് വരുന്നത് ഒരു
പരന്ന രീതിയിലുള്ള കൊമ്പായിരിക്കും. ആ പിന്നെ നല്ല ഹൈറ്റും നല്ല ഉടൽ നല്ല ഹൈറ്റ് അല്ലേ? നല്ല ഹൈറ്റ്. ഇത് ആണ് ഇവൻ. ഇവൻ്റെ ആഹാര രീതികളോ? നമ്മുടെ നാടൻ പുല്ലുകളും പ്ലാവല പിന്നെ ഇതുകളുള്ളൂ വലിയ. അപ്പം നാടൻ നമ്മുടെ മലബാറിയെ കൊണ്ട് ഇതിനെ ക്രോസ് ചെയ്യിച്ചാൽ കുട്ടികളിലെ ഗ്രോത്ത് റേറ്റ് വ്യത്യാസം വരും. ഓരോ ജനറേഷൻ വരുന്ന മാറ്റം വരുന്നതനുസരിച്ചിട്ട്. ആ ഇവൻ്റെ യഥാർത്ഥ ഫീമെയിലിനെ എത്ര ലിറ്റർ പാല് കിട്ടും? നല്ല ക്വാളിറ്റി ഉള്ള ഒരു 4 ലിറ്റർ പാല് വരെയൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ നമുക്കൊരു 4 ലിറ്റർ പാലൊക്കെ കിട്ടുന്ന ആ ക്വാളിറ്റിയിലുള്ള ഫീമെയിൽസ് വളരെ കുറവാണ്. ഇത് മെയിൽ ഒറിജിനൽ ആയതുകൊണ്ടേ ഇവനെ നമ്മുടെ നാടനുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഇവൻ്റെ ആ ഗ്രോത്ത് റേറ്റും ഇതിലേക്ക് ഒരു ഫുൾ ഇത് വരത്തില്ല എങ്കിലും ഒരു അത്യാവശ്യം നല്ല റിസൾട്ട് വരും. ഓക്കെ. നമുക്കൊരു 2 ജനറേഷൻ ഒക്കെ കഴിഞ്ഞെങ്കിലേ ഉള്ളൂ നല്ല ഒരു ഇതിലേക്ക് നമുക്കറിയാം. ചേട്ടൻ എത്ര വർഷമായിട്ട് ഇതിനെ വളർത്താൻ തുടങ്ങി? ഇത് എങ്ങനെയാ ഇവന്റെ ഒരു പ്രകൃതം എങ്ങനെയാ? ഈ വീട്ടിൽ പൊതുവെ ശാന്ത സ്വഭാവക്കാരാ. പിന്നെ ഇവരുടെ നല്ല ക്വാളിറ്റി വരുമ്പോൾ ഇവര് നല്ല ഹീറ്റിംഗ് സമയത്ത് മാത്രമേ ഉള്ളൂ ക്രോസ് ചെയ്യാൻ താല്പര്യപ്പെടുള്ളൂ. ചേട്ടൻ ഇത് എത്ര നാളായി ഇങ്ങനെ മുട്ടന്റെ? ഇത് വർഷങ്ങളായിട്ട് നമ്മൾ എന്റെ ചെറുപ്പം തൊട്ട് ചേട്ടൻ ഇതിനോടുള്ള സ്നേഹമാണ് അല്ലേ? 6-8 കൊല്ലമായിട്ടുള്ളൂ ബ്രീഡ്. ബ്രീഡിനെ തന്നെ തെരഞ്ഞെടുത്ത് ഒറിജിനൽ പ്യൂർ ബ്രീഡ് തന്നെ തെരഞ്ഞെടുത്ത് തുടങ്ങിയിട്ട് ഒരു 8-10 കൊല്ലമായി കാണും. അപ്പം ഇതിനും എത്രയാ എല്ലാത്തിനും 500 രൂപ. 500 രൂപയാണ് ക്രോസ് ചെയ്യാൻ ബ്രീഡ് ചെയ്യാൻ മേടിക്കുക. 500 രൂപ ക്രോസ് ചെയ്യാൻ മേടിക്കുന്നത്. ഫീമെയിൽസുകൾ വളരെ കുറവാണ്. അപ്പം അത് വെച്ച് നമുക്ക് കൂടുതലും ഒരു 90% മലബാറി ആടുകളെ ആയിരിക്കും കൊണ്ടിരുന്നത്. ചേട്ടൻ്റെ ഇതിന്റെ ബ്രീഡേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞാൽ അപ്പം ക്വാളിറ്റി ഉള്ളതിനെ അല്ലേ? ക്വാളിറ്റി ഉള്ള കുട്ടികളെ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ ഒരു 50 കിലോയിലും മൂളി വെയിറ്റ് ഉള്ള ഫീമെയിൽസ് കിട്ടണം. വലിയ ഫീമെയിൽ വേണം. വലിയ ഫീമെയിൽ 50 കിലോ. ഇവരൊന്നും ശരീരം അത്ര വഴങ്ങി കൊടുക്കുകയില്ല. ഈ വെയിറ്റുകൾ അവരെ കാലെ താങ്ങണമല്ലോ. അപ്പോൾ ഇനിയിപ്പം നല്ല ഇനം അല്ലേ മലബാറി ആണേലും നല്ല ഇതിന്റെ വലിപ്പത്തിലുള്ള പെണ്ണാടാണെങ്കിലേ ഉള്ളൂ ഇവനെ കൊണ്ട്. ബീറ്റലിന് കുട്ടികളെ കിട്ടണമെങ്കിൽ നല്ല കുട്ടികൾ. മലബാറിക്ക് 3-4 കുഞ്ഞുങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ അതെല്ലാം ഇഷ്ടം പോലെ നമ്മുടെ ഒറിജിനൽ പോലെ കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവനുമായിട്ട് സ്റ്റഡി ചെയ്യുവാണെങ്കിൽ നല്ല ഗ്രോത്ത് റേറ്റിലും നല്ല ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേനും നല്ല വലിപ്പത്തിലേക്ക് വരും. അതായത് മലബാറിയായിട്ട് ഇത് ക്രോസ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് വളരും അല്ലേ? ഇവന്റെ ആ ഒരു ക്യാരക്ടേഴ്സ് കിട്ടും. എളുപ്പം മനസ്സിലായി. നോർമലി നമ്മൾ ഒരു മുട്ടനെ ബേസ് ആയിരിക്കും കൂടുതലും കുട്ടികൾ വരുന്നേ. അപ്പം ചിലത് ഫീമെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പം മുട്ടനെ ബേസ് ചെയ്ത കുട്ടികൾ ഇറങ്ങുന്നതെങ്കിൽ കുട്ടികൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. അതായത് മെയിൽ ഡൊമിനൻസ് ഫാദേഴ്സ് ക്യാരക്ടേഴ്സ് കൂടുതൽ കിട്ടുവാണെങ്കിൽ നമുക്കത് വളരെ നല്ലതായിരിക്കും മലബാറിയായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ. അത് ഓരോ ഭാഗ്യം പോലെ ഇരിക്കും അല്ലേ ഓരോരുത്തർ. അപ്പം നല്ല ഇനം വലിയ മലബാറി വരുവാണെങ്കിൽ ഇതിനെ ചെയ്യിക്കുക. ഇപ്പോൾ ഒറിജിനൽ ബീറ്റിൽ ഫീമെയിൽ ഉണ്ടെങ്കിലും ഒറിജിനൽ കുട്ടിയെ കിട്ടും അല്ലേ? ഈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്നാ ചേട്ടാ? ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ക്വാളിറ്റി അനുസരിച്ച് വരുന്നുള്ള ഒരു 3 മാസം റേറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു ഗെയിൻ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താ വരുന്നത്. ഇതിനെ നമുക്കേ ഇതെങ്ങനെ കൊടുക്കുമോ? മെയിൽസിനെയൊക്കെ വിൽക്കുമോ? അങ്ങനെ നമുക്ക് ഇവിടെ ഫീമെയിൽസിനെ നിർത്താറില്ല. മെയിൽസിനെ മാത്രമേ നിർത്താറുള്ളൂ. മെയിൽസിനെ മാത്രമേ നിൽക്കൂ. അപൂർവമായിട്ട് വല്ലതും ഫീമെയിൽസിനെ നിർത്താറുള്ളൂ. അപ്പം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൽസിനെ മാത്രം വളർത്തുന്നതുകൊണ്ട് നമുക്ക് ലാഭം അത് തന്നെയാണ്. പിന്നെ മുട്ടന്മാരെ സംബന്ധിച്ച് ഫീമെയിൽസിന്റെ അത്രയും തീറ്റ നമുക്ക് കൊടുക്കണ്ട വരുന്നില്ല. ഫീമെയിൽസ് ധാരാളം ഇല ആഹാരം കഴിക്കുകയും ചെയ്യും. അതുപോലെ മുട്ടന്മാരൊരു ആവറേജ് അവർക്ക് വേണ്ട ഒരു സംഭവം കഴിച്ചു. പക്ഷെ ഇതിനെ ശരിക്കും പരിചരിക്കാൻ നല്ല ആരോഗ്യം വേണം. പിന്നെ ചേട്ടനൊക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടനെ ആയതുകൊണ്ട് അതിന്റെ നാക്കറിയാം കണ്ടോ, അവൻ നിൽക്കുന്ന കണ്ടില്ലേ. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു പരിധി കൂടുതൽ ശരീരം കയറ്റുന്നില്ല. ഷെഡിന് നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഒരു പരിധി കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യിക്കുക. അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ചെയ്തേ ഉള്ളൂ ഫുഡ് ഘരാഹാരം നമ്മൾ കൊടുക്കുകയുള്ളൂ. ഇവര് നോർമലി ശരീരം നല്ലതായിട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അണയ്ക്കാൻ തുടങ്ങും ക്രോസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ഒരു പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇത് വില്ലൻ ക്യാരക്ടർ പോലെയാണ് ഇരിക്കുന്നത്. പഞ്ചൊക്കെ ഉണ്ട്. നമ്മുടെ ബീറ്റിന്റെ മെയിൻ കണ്ടോ നല്ല പഞ്ച് വളരെ കുറവാണ്. അപ്പം കോട്ടയത്തുള്ളവർക്ക് ക്രോസ് ചെയ്യാനോ ഉള്ള താല്പര്യമുള്ളവർക്ക് വെറും 500 രൂപയ്ക്ക് ക്രോസ് ചെയ്ത് പോകാം. ചേട്ടൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അടുത്ത വീടിലോട്ട് നമുക്ക് പോകാം. എൻ്റെ അടുത്ത മെയിൽ ഗോട്ടാണ്. സ്റ്റണ്ണിങ് നിൽക്കുന്ന ബ്രീഡിങ് മെയിലാണ്. ഇത് ഏതാ ചേട്ടാ? ഇത് ഷേരാ ബീറ്റൽ അല്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പാറ്റേൺ വരുന്നതുകൊണ്ട് ഷേരാ ബീറ്റൽ എന്ന് പറയപ്പെടുന്നേ ഉള്ളൂ. വേറെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ബീറ്റലിന്റെ തന്നെ അല്ലേ? പക്ഷെ സിരോഗിയുടെ കളറുമായിട്ട് അതാ പറഞ്ഞ ഈ പാറ്റേണിൽ വരുന്നോണ്ട് കളർ പാറ്റേണിൽ വരുന്നോണ്ട് ഷേരാ ബീറ്റൽ എന്ന് പറയപ്പെടുന്നു. ഒരു സിരോഗിയുടെ ഒരു പുള്ളി കാണും. അതാണ് അതുകൊണ്ടാണ്. പക്ഷെ സിരോഗിയായിട്ട് ഒരു ബന്ധവും ഇല്ല അല്ലേ? പക്ഷെ ഇത് ബീറ്റലുമായിട്ടാണ്. അതിന് വെള്ളിക്കണ്ണാണല്ലോ. അതേ കണ്ടോ, കണ്ണ് കാണിച്ചു തരാം. വെള്ളിക്കണ്ണാണല്ലോ, കാണിച്ച്. വെള്ളിക്കണ്ണാണ്. നല്ല ബീറ്റലിനെ കൂട്ടാണ്. ഒരു പഞ്ചുണ്ടല്ലോ അല്ലേ? മൂക്കിനൊരു പഞ്ചുണ്ട്. ഇത് ഏകദേശം എത്ര വയസ്സുണ്ട് ഇതിന്? ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? ഇവന്റെ കുട്ടികൾക്ക് എന്താ പ്രത്യേകത? ഇവന്റെ പ്രത്യേകത എന്താ? ബീറ്റലിന്റെ സെയിം ഇത് തന്നെ. ഇത് ബീറ്റലിനെ കഴിഞ്ഞ് കൂടിയതാണോ? അല്ലല്ല, ബീറ്റലിന്റെ സെയിം തന്നെ. അപ്പൊ ഈ സിരോഹിയുടെ പാറ്റേൺ വന്നിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഷേരാ ബീറ്റൽ എന്ന് പറയപ്പെടുന്നു. ഷേരാ ബീറ്റൽ. ഇത് നല്ല പാല് കിട്ടുന്ന ഇനമാണ്. അതെല്ലാം ബീറ്റലിന്റെ തന്നെ. ഇത് ഏത് സംസ്ഥാനത്തു നിന്നാണ്? പഞ്ചാബ് തന്നെ. പഞ്ചാബ്. ഇതിന്റെ പേരെന്നാ? എന്നാ ബീറ്റൽ? ഷേരാ ബീറ്റൽ. മോനെ എന്താണ് ഇതിന്റെ പേര്? ഷേരാ ബീറ്റൽ. കണ്ടോ അവന്റെ ഫുഡൊക്കെ എങ്ങനെയാ? സാധാരണ പ്ലാവല. പ്ലാവല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ തന്നെയും നേരെ ഉള്ളൂ പ്ലാവല കൊടുക്കാറുണ്ട്. ബാക്കി സമയം പുല്ലാണ്. പുല്ലും പോത. ബാക്കി പിന്നെ 2 നേരം രാവിലെയും വൈകുന്നേരം ഖരാവരം കൊടുക്കും. അത് പുളിയരിയും ഗോതമ്പോടും. ഇവനെ ക്രോസിങ്ങിന് എത്രയാ റേറ്റ്? എല്ലാത്തിനും 500 രൂപ. യുവർ ഫാർമേഴ്സ് ചോയ്സ് അല്ലേ? അപ്പോൾ നമ്മൾ വന്നാൽ നമുക്ക് ഇഷ്ടമുള്ള മുട്ടരെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുക അല്ലേ? ഇത് ഷേരാ ബീറ്റൽ അല്ലേ? ഷേരാ ബീറ്റൽ. അപ്പോൾ ഷേരാ ബീറ്റലിനെ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയത്. കണ്ടോ ഇവന് 1 വയസ്സായിട്ടുള്ളൂ. ഇനി മാക്സിമം വളർച്ച എത്ര വയസ്സ് വരെയാ? ഒരു 5 വയസ്സ് വരെയൊക്കെ ആട് വളരും. അപ്പോൾ 5 വയസ്സ് വരെ ആട് വളരും. ഒരു 3-3.5 വയസ്സ് വരെ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഏകദേശം വളർച്ച പൂർത്തിയാവും. വളർച്ച ഏകദേശം നമുക്ക്. പിന്നെ ഇപ്പോൾ 1 വയസ്സായപ്പോൾ തന്നെ ഇവന് നല്ല പഞ്ചിങ്ങും ഇതെല്ലാം വന്നിട്ട്. ഇത് ക്രോസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. എത്ര വയസ്സ് മുതലാണ് ക്രോസിങ്? 1 വയസ്സാകുമ്പോൾ ഉള്ളേ ഉള്ളൂ ക്രോസ് ചെയ്യിക്കുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവനൊന്ന് ഫേസ് ഒന്ന് കാണിച്ചേ. എടാ ഷേരാ ബീറ്റൽ. ഷേരാന്ന് വിളിച്ചാൽ മതി അല്ലേ? എന്നാൽ അവനെ കൂട്ടിലോട്ട് കെട്ടിക്കോ. അയച്ച്. ഇനി നമുക്ക് മഹേഷേട്ടൻ്റെ അടുത്ത മെയിൽ കൂട്ടിനെ നമുക്ക് പരിചയപ്പെടാം. അടുത്ത ഹൈദരാബാദി വരും. ഹൈദരാബാദി ബീറ്റലാണ് ബ്രീഡുള്ള മഹേഷേട്ട. മഹേഷ കണ്ടോ അവൻ്റെ ആ ചെവി കിടക്കുന്നുണ്ടോ മഹേഷേട്ട അല്ലേ? ക്വാളിറ്റി. ഇതിൻ്റെ പ്രത്യേകത ചെവി ഇങ്ങനെ നല്ല ക്ഷീണിച്ചു പോയി. നല്ല രസമുണ്ട് കേട്ടോ. അവൻ്റെ ആ കണ്ണ് പഞ്ച് കണ്ടോ? മുഖം പഞ്ചിങ് താടി പോലെയുണ്ട് അല്ലേ? പിങ്ക് സ്കിന്നാണ്. പിന്നെ വെള്ളിക്കണ്ണാണ്. ഇവരുടെ നോർമലി ഹൈദരാബാദി എന്ന് പറയുന്ന ഒരു ഷോ ബ്രീഡാണ്. ഇവരുടെ പാലുൽപാദനവും പിന്നെ ചെവി ബീറ്റലിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. ബീറ്റലിനൊക്കെ പാലുൽപാദനം കുറവാണ്. പക്ഷെ ഇവന് നല്ല ഷോയാ കാണാൻ. കൂടുതൽ ഷോ ബ്രീഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇത് പെറ്റായിട്ട് വളർത്താം അല്ലേ? വീട്ടിൽ കാണുമ്പോൾ നല്ല. ഇത് ഇവരുടെ ലൈനേജ് എന്ന് പറയുന്നത് നല്ലൊരു ലൈനേജ് ആണ്. ഇതിന്റെ തള്ളയാടിന് ഒരു 2.5 ലിറ്റർ പാല് ഉള്ള മെയിലും നല്ല ആണോ? തള്ളയാടിൽ നിന്ന് 2.5 ലിറ്റർ പാല് കിട്ടും അല്ലേ? ഇതിന്റെ തള്ളക്ക് 2.5 ലിറ്റർ പാല് കിട്ടുമായിരുന്നു. ഉണ്ടായിരുന്നു. ഇതിവിടെ ജനിച്ചതാണോ? ഇത് എവിടുന്നാ? ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ? ഇത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഇത്? ഇത് ഒരു അംഗീകരിച്ച ബ്രീഡല്ല ഹൈദരാബാദി ബീറ്റൽ എന്ന് പറയുന്നത്. ഇത് പലതായ ബ്രീഡേഴ്സുകള് അംഗീകരിച്ച ബ്രീഡ് അല്ലേ? പല ക്രോസ് ബ്രീഡ്. ഒരു ക്രോസ് ബ്രീഡ് തന്നെ പറയാം. ചെവി ഒന്ന് കാണിക്കാം ഇങ്ങോട്ട്. 19 ഇഞ്ച് നീളം. നല്ല നീളമുണ്ട് അല്ലേ? 19 ഇഞ്ച് നീളമുണ്ട് അല്ലേ? ഇത് അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു 19 ഇഞ്ച് നീളം കാണും. 8 കുറയാതെ വീതിയും കാണും. ഇതിന്റെ കൊമ്പ് മേലോട്ട് ഇങ്ങനെ മെടഞ്ഞിരിക്കുക അല്ലേ? നല്ല കട്ടിയുള്ള കൊമ്പ്. 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പ്രായം. ഇതിന്റെ മൂക്ക് കണ്ടോ? നല്ല താട നീണ്ട് അല്ലേ?
ഇവന്നെ കുത്തുവോ അത്? ഇച്ചിരി ശല്യം ഉണ്ട്. എന്നാ വലിയ കാര്യം ഇപ്പൊ കൂട്ടി നടക്കാതെ ഇപ്പൊ എല്ലാം കൂടെ ഇറക്കിക്കൊണ്ടുള്ള ഒരു ഇതാ, അല്ലെ ശല്യം ഇല്ല. അപ്പം ഇവനെ പേരെന്നായിരുന്നു ചേട്ടാ? ഹൈദരാബാദി ബീറ്റിൽ. ഹൈദരാബാദി ബീറ്റിൽ. ഇതിന് ഈ കളറാണോ വരുന്നത്? പല ഇതുണ്ട്. ഇവനൊരു ക്രോസ് ബീഡാന്നല്ലേ ചേട്ടൻ പറഞ്ഞു? ക്രോസ് ബീഡ് എത്തിപ്പെടുന്ന സംഭവമാണ്. പക്ഷേ ഇവന്റെ ഈ ഇതിനാണ് നീട്ടം അല്ലേ, ചെവിയുടെ നീട്ടം. അപ്പൊ ഇതിനും ക്രോസ് ചെയ്യുന്നതിന് 500 രൂപയുള്ളൂ. അപ്പം നല്ല ഇനം കുട്ടികളെ ഉൽപ്പാദിപ്പിക്കേണ്ടവർ മലബാറി ആടുമായിട്ട് ഇവിടെ വരിക. അതുപോലെ തന്നെ ബീറ്റിൽ ആടിനെ കൊണ്ടുവന്നാലും ഇഷ്ടമുള്ള അല്ലേ, നിങ്ങൾക്ക് ഏത് മെയിലാണോ വേണ്ടത് അതനുസരിച്ച് ബ്രീഡ് ചെയ്ത് ക്രോസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് മഹേഷ് ചേട്ടൻ്റെ അടുത്ത ബീറ്റലിനെ അടുത്ത ഹൈദരാബാദ് ബീറ്റൽ നമുക്ക് കാണാം. ചേട്ടാ മഹേഷ് ചേട്ടാ, ഇത് ഹൈദരാബാദി ബീറ്റൽ. അവൻ്റെ പഞ്ച് കണ്ട നല്ല ഈ കീട്ടാടി കണ്ട ഇങ്ങനെ ഇരിക്കുന്നത് നല്ല രസമുണ്ട്. വെള്ളിക്കണ്ണ് നല്ല സൈസ് ഉണ്ടല്ലോ. ഇവനും ചെവിക്ക് നീട്ടമുണ്ട് അല്ലേ? ഈ ഹൈദരാബാദിന്റെ പ്രത്യേകതയാണ് ഈ ചെവിയാണ് മെയിനായിട്ട്. ബീറ്റൽ എന്ന് പറയുന്ന ചെവിക്കാണോ അതോ? ഹൈദരാബാദി ബീറ്റൽ എന്ന് പറയുന്ന ബ്രീഡ് മറ്റേ ചെവിയെ ഡിപ്പെൻഡ് ചെയ്താ അവരുടെ റേറ്റും കാര്യങ്ങളും. മോഹവിലയാ അല്ലേ? മോഹത്തിന്റെ ഇവന്റെ മുഖത്തിന് പഞ്ച് മറ്റേനൊക്കെ കീഴ്ത്താടി കീഴ്ത്താടി കയറി ഇറങ്ങി. പക്ഷെ ഇവന്റെ വലിയ കൊമ്പാണ്. വലിയ കൊമ്പാ മടഞ്ഞ് പുറകോട്ട് മടഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഫുൾ സൈസ് കാണിക്കാം. ഇതാണ് ഹൈദരാബാദി ബ്ലാക്ക് ബീറ്റലാണ്. ഇത് ബ്രൗണും വൈറ്റും തലയില് വൈറ്റ് ഇതുണ്ടല്ലോ. ബോഡിക്കും വരും. ഇത് ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് കുറവാണ്. ബ്ലാക്കും വൈറ്റും കൂടി ആണെങ്കിൽ ഈ ഒന്നേ ബ്രൗണും വൈറ്റും ആയിരിക്കണം, അല്ലെങ്കിൽ അതുപോലത്തെ വേറെ പല കളർ ബ്ലാക്കും വൈറ്റും വന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റ് പോകും. അപ്പം ഇതാണ് ബ്ലാക്ക് ഒഴിച്ച് ബാക്കി കളറാണ് മിക്സിങ് ആണോ? അപ്പൊ ഇത് എത്ര വയസ്സുണ്ട് മനുഷ്യട്ട്? അവര് തമ്മിൽ ദിവസങ്ങൾ വ്യത്യാസമേ ഉള്ളൂ. 1 വയസ്സ് റേഞ്ച് പ്രായമായുള്ളൂ. ആണോ ഇവര് തമ്മിലല്ലേ? ആ നിൽക്കുന്ന അത് അതായത് ചുമപ്പും വെള്ളയും കൂടെ കൂടിയത്. അത് ഇവര് തമ്മിൽ മെയിലും ഇവരുടെ അച്ഛമൂട്ടനൊന്നും ഫീമെയിൽസ് രണ്ടും. അവർ അതായത് ഇവരുടെ ഫാദർ ഒന്നും മദേഴ്സ് രണ്ടുമാണ്. അത് ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ? ഇത് ബ്ലാക്ക് മാത്രമായിരിക്കും ഇതിന്റെ അല്ലേ? ഹൈദരാബാദിൽ ബ്ലാക്കിന് ഡിമാൻഡ് ഇല്ല. ഹൈദരാബാദി ബ്ലാക്കിന് ഫുൾ ബ്രൗൺ ഉള്ള ഫീമെയിൽ ആയിരുന്നു. ആണോ? ഇവന്റെ മദർ ഫുള്ള് ബ്രൗൺ കളറായിരുന്നു. ഫാദർ ഒരു ബ്രൗണും വൈറ്റും കൂടെ ഉള്ള. പക്ഷെ ഇവന് ബ്രൗണും ഇവന് വീണിരിക്കുന്നത് വൈറ്റും ബ്ലാക്കും വീണു കണ്ടോ. പക്ഷെ അവനെ പഞ്ച് ശരിക്കും വീണ്ടുണ്ട് കണ്ടോ. കീഴ്ത്താടി അടിപൊളിയായിട്ട്. പിന്നെ 1 വയസ്സായിട്ടേ ഉള്ളൂ. ഇത് ആ നിൽക്കുന്ന ഹൈദരാബാദ് ബീറ്റിലുമായിട്ട് ഒരു പ്രായ. കണ്ടോ, ഒരേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇവരുടെ രണ്ടുപേരുടെ ഫാദർ ഒന്നാണ്, പക്ഷെ മദർ 2ആണ്. ഏകദേശം ഒരു പ്രായമാണ് ഉള്ളത്. ഇവന് 1 വയസ്സാകുന്നു, അവന് 1 വയസ്സ് കഴിഞ്ഞു. ഇത്ര വ്യത്യാസമുള്ളൂ കണ്ടോ. 2 പേർക്കും ആ ഒരു പഞ്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അടിപൊളി. അപ്പോൾ ഇനി മഹേഷ് ചേട്ടൻ്റെ അടുത്തയായിട്ട് നമുക്ക് കാണാം. ഇതെല്ലാം ഇവനെ സ്റ്റഡി ചെയ്യുന്നുണ്ടോ? ഇവരെ സ്റ്റഡി ഇപ്പം ഇവനൊരു ക്ഷീണം വന്നുകൊണ്ട് ഒന്ന് ഒരു കുറച്ച് കഴിഞ്ഞാൽ ഇതാവും. ഓക്കെ, അടുത്തയായിട്ട് നമുക്ക് കാണാം. നാടൻ മലബാറി മുട്ടന് ഉണ്ട്. അപ്പോൾ നാടൻ മലബാറി ആടിനെ ക്രോസ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു നാടൻ മലബാറി മുട്ടനുണ്ട്. ഇവന് 1 വയസ്സായതേ ഉള്ളൂ. പക്ഷേ ഇവൻ മറ്റ് മുട്ടന്മാരെ കഴിഞ്ഞ് ഇച്ചിരി കുത്തുകാരനാണ്. അവൻ ഇച്ചിരി കണ്ടോ. അപ്പോൾ നാടൻ മലബാറി മുട്ടനെ നമ്മുടെ നാടൻ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മഹേഷേട്ടൻ്റെ അച്ഛനാണ്. അസുഖങ്ങളില്ലാത്ത ആട്. പിന്നെ ഒരു പ്രസവത്തിൽ 2ൽ കൂടുതൽ കുട്ടികളുണ്ടാകും. അതിനുവേണ്ടിയാണ്. അപ്പോൾ ചിലർ മലബാറി തന്നെ ചോദിച്ച് വാങ്ങുന്നുണ്ട്. അതിനുവേണ്ടിയാണ് മഹേഷ് ചേട്ടൻ മലബാറി മുട്ടനെ നിർത്തിയിരിക്കുന്നത്. ഇതുകൊണ്ടോ, ഇതാണ് നമ്മുടെ തനതായ മുട്ടൻ, നാടൻ മുട്ടൻ. ഇവന് പഞ്ച് വെള്ള കണ്ണില്ല, പഞ്ച് ഫേസില്ല, പൂച്ചാൻ താടിയില്ല. സാധാരണ കാലിനൊന്നും അത്ര നീട്ടങ്ങളില്ല. സാധാ നമ്മുടെ. പക്ഷേ ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു ആട് പ്രസവിക്കുമ്പോൾ, മലബാർ പ്രസവിക്കുമ്പോൾ 3-4 കുട്ടികളുണ്ടാവും. ഇവന് അധികം അസുഖങ്ങളൊന്നും വരത്തില്ല. മറ്റേ മുട്ടന്മാരെയൊക്കെ നന്നായിട്ട് പരിചരിക്കണം. ഇവന് വലിയ പരിചരണമൊന്നും വേണ്ട. സാധാരണ തീറ്റയും കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് ഇവൻ നിന്നോളും. പക്ഷേ ഇവൻ ഭയങ്കര അഗ്രസീവാണ്. നമ്മുടെ നാടൻ ആടിന് മലബാറിക്ക് ഇവൻ ഇടിക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ മലബാറി നാടൻ ആട് ബ്രീഡ് വേണ്ടവർക്ക് അതും ഇവിടെ അവൈലബിളാണ്. ഓക്കെ, ഇത് എല്ലാവരുമായിട്ട് ഒന്നിച്ചിറങ്ങി. 1 വയസ്സായ ബീറ്റൽ മുട്ടന്മാരാണ്. ഇത് അടുത്ത ഒരു ബീറ്റലാണ്, ബ്ലാക്ക്.
ഇതാണ് മകേഷ് ഏട്ടൻ. നമ്മൾ നോർമലി 3 വയസ്സ് വരെയൊക്കെയാണ് സാധാരണ മുട്ടന്മാരെ നിർത്തുന്നത്. ആ അപ്പം അത് കഴിയുമ്പോഴത്തേക്കും പുതിയതിനെ വാങ്ങിക്കും അല്ലേ? ഇതിപ്പം 3-4 മാസമായുള്ളൂ നമ്മുടെ വന്നിട്ട്. ഇവരും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അച്ചമുട്ടൻ ഒരാളും ഫീമെയിൽസ് 2. അതായത് അവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ടല്ലേ? അതെ, അത് ഇവർ രണ്ടുപേരും ഒന്നിച്ച് അല്ല, ഒരു വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇവരും ദിവസങ്ങൾ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? പിന്നെ കാണിച്ച ഇവന്റെ ഫേസ് ആയി വരുന്നേ ഉള്ളൂ അല്ലേ? അതുപോലെ താഴോട്ട് തൂങ്ങി അവന് ഇച്ചിരി താട കൂടുതലുണ്ട്. ഇത് താട ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലേ? അത് എത്ര വയസ്സാകുമ്പോൾ ഇറങ്ങി വരുന്നത്? ഒരു ബീറ്റിൽ 1.5 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഷേപ്പിൽ ഭയങ്കര വ്യത്യാസം വരും അല്ലേ? ഈ താടയൊക്കെ ഇറങ്ങി. ഞാൻ ആദ്യമേ കാണിച്ച വലിയ മുട്ടൻ അങ്ങനെയായിരുന്നു എൻ്റെ. അവന് 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ ഷേപ്പ് ആ പാടെ മാറിപ്പോയി. പിന്നെ ബീറ്റിലെ മുട്ടന്മാർക്ക് ഒരു ചെറിയൊരു ഇവരുടെ കൊമ്പ് പതിഞ്ഞിരിക്കുന്നുണ്ട്. ഉച്ചിയിലോട്ട് വരും. അത് മുറിച്ച് കൊടുക്കണം അല്ലേ? ഇന്നലെ മുറിച്ചതാണ്. ഓ, ഈ കൊമ്പ് അങ്ങനെ താഴോട്ട് ഇറച്ചിയിലോട്ട് അങ്ങ് തലയിലോട്ട് കുത്തി കയറും അല്ലേ? അപ്പൊ അത് നോക്കി നിന്ന് കട്ട് ചെയ്യണം. ബീറ്റൽ മുട്ടന്മാർക്ക് അങ്ങനെ കൊമ്പ് കൂടുതലും അങ്ങനെ ബീറ്റൽ മുട്ടന്മാർക്ക് അത് വരുന്നത്. ഇന്നലെ ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പം ബ്ലഡ് വന്നപ്പോൾ അങ്ങ് നിർത്തിയെന്നുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ബാക്കി ഞാൻ കട്ട് ചെയ്യും. ഓക്കെ. ഇവരെ ക്രോസ് ചെയ്യാൻ തുടങ്ങിയോ? ഇവരും ജസ്റ്റ് ക്രോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അവനെ കയറ്റി കിട്ടുക. നമുക്ക് ഇവൻ്റെ കൂട്ടത്തിലുള്ള ഒരു കറുത്ത ബീറ്റൽ പുട്ടനെ കൂടെ കാണിക്കാം. ഇവൻ്റെ പേരെന്നാ? ചിക്കു എന്നാണ് ഇവൻ്റെ പേര്. കണ്ടോ, ബീറ്റൽ പല പ്രായത്തിലുള്ള ബീറ്റൽ മുട്ടന്മാരെ മെയിൽസിനെ ഉണ്ട് മകേഷ് ചേട്ടന്. അപ്പോൾ ഓരോ പ്രായം കഴിയുമ്പോൾ ഓരോന്നിനെ മാറും, അടുത്ത് റെഡിയായി വരും. അങ്ങനെ റൊട്ടേഷൻ വൈസ് ഇടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ മുട്ടന്മാർ ഒരേ ബ്രീഡ് തന്നെ വളർത്തുന്നത്. നമുക്ക് അടുത്ത മുട്ടൻ്റെ അടുത്തോട്ട് പോകാം. ഇവനാണ് അവൻ്റെ കൂട്ടത്തിലുള്ള മറ്റേ മുട്ടന് ഒരു പ്രായമാണെങ്കിലും ഇവന് ഇച്ചിരി ഹൈറ്റ് കൂടുതലുണ്ടല്ലോ. ഫേസിന് വ്യത്യാസമുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്, കണ്ണ് വെള്ളിക്കണ്ണാണ്. കണ്ടോ, ഇവൻ്റെ കൊമ്പ് ലേശം പൊങ്ങിയിരിക്കുന്നത് അല്ലേ? വീതി കൂടുതലുണ്ട്. ഇവനെ ക്രോസ് ചെയ്യിക്കാൻ തുടങ്ങിയോ? അപ്പോൾ ഈ 2 ബ്ലാക്ക് മുട്ടന്മാരുടെ ഫാദർ 1 മദർ 2 ആണ്. അതുകൊണ്ട് നമ്മളെ ക്വാളിറ്റി ഉള്ള ഒറിജിനൽ ബീറ്റൽ തന്നെയാണ് മെയിൽ ക്രോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവന് തന്നെ ഇവർ ഫീമെയിലും ഒറിജിനൽ ബീറ്റലാണ്. അതാണ് പ്യുവർ ബ്രീഡ്. ഇത് പ്യുവർ ബ്രീഡാണ്. ബീറ്റലിൻ്റെ പ്യുവർ ബ്രീഡ് 1 വയസ്സാകുന്നതേ ഉള്ളൂ. ചെവിയുടെ നീട്ടം കണ്ടോ, പ്ലാവല പോലെ അങ്ങ് നല്ല നീട്ടമുണ്ട്. 1 വയസ്സ് ആയോ? 1 വയസ്സ് കഴിഞ്ഞു. അപ്പം പ്യുവർ ബീറ്റലിൻ്റെ ലക്ഷണം തന്നെയാണ് ബ്ലാക്ക് ബീറ്റലിൻ്റെ ലക്ഷണം. മദർ പ്യുവർ ബ്ലാക്ക് ആയിരിക്കണം, ഫാദർ ബ്ലാക്ക് ആയിരിക്കണം. പിന്നെ വേറെ കുറെ ക്വാളിറ്റികളുണ്ട്. ഹൈറ്റ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ലക്ഷണം, അത് ബീറ്റലിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയത്തുള്ളൂ. വെള്ളിക്കണ്ണായിരിക്കണം. മോഭാവത്തിൽ തന്നെ അതിന്റെ അറിയാം. നല്ല ക്വാളിറ്റിയിലുള്ള അവരുടെ നടത്തത്തിലും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വാല് കൂടുതൽ ഇങ്ങനെ ലെവലിൽ നിൽക്കും. ഓക്കെ. അപ്പം പിന്നെ ഇച്ചിരി കൺട്രോൾ ചെയ്ത് നിർത്താൻ. ഞാൻ പറഞ്ഞില്ല, വീട്ടിലെ പൊതുവെ ശാന്ത സ്വഭാവക്കാരാ. ഇവരൊക്കെ കൂട്ടി തന്നെ നിൽക്കുന്നതല്ലേ. അങ്ങനെ അധികം ഇറക്കാത്തോണ്ട് അല്ലേ? ഇറക്കുമ്പോൾ ശകലം. അപ്പൊ ചേട്ടന് ഏതായിരിക്കും ഇത് ഇത്ര ആടുള്ളതില് ഏറ്റവും നല്ല ബ്രീഡ് ഏതാണ്? ഒരു ബ്രീഡ് മോശമല്ല നിൽക്കുന്നത്. പിന്നെ ഇപ്പം കൂടുതൽ ബീറ്റിലും ആവശ്യക്കാർ കൂടുതൽ ബീറ്റ് തന്നെയല്ലേ, പാല് കിട്ടാൻ വേണ്ടി അല്ലേ? പിന്നെ ബ്ലാക്ക് കളറിനോട് കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. ഒറിജിനൽ ഈ ഇടയ്ക്ക് കൊടുത്തു. ഒറിജിനൽ ജമുനാപ്പാരി ഇവിടെ ഉണ്ടായിരുന്നു, അത് ഈ ഇടയ്ക്ക് ചേട്ടൻ കൊടുത്തു. ജമുനാപ്പാരിക്ക് എങ്ങനെ ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട്? ജമുനാപ്പാരി ഫുൾ വൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ചെയ്തുണ്ട്, പക്ഷെ നല്ല റിസൾട്ടാ അല്ലേ? അത് എത്ര കുട്ടികളുണ്ടാവുന്നത്? ജമുനാപ്പാരിക്ക് കറക്റ്റ് ലൈനേജിൽ പറഞ്ഞ ഒറിജിനൽ മെയിലും ഫീമെയിലും ആണെങ്കിൽ ഒരു കുട്ടിയാണ് പറയുന്നത്. പക്ഷെ കറവക്കാലാവധി നമ്മുടെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത മേറ്റ് ചെയ്യിക്കാനുള്ള ഗ്യാപ്പ് കൂടുതലാണ്. ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ മേറ്റ് ചെയ്യിക്കാനുള്ള ഗ്യാപ്പ് കൂടുതലാണ് ജമുനാപ്പാരിക്കല്ലേ? 3 മാസം തൊട്ട് ഇളകാൻ തുടങ്ങും. 2-3 മാസം തൊട്ട് ഇളകാൻ തുടങ്ങും. ഇച്ചിരി കൂടെ ക്വാളിറ്റിയിലുള്ളതാണെങ്കിൽ ഇച്ചിരി കൂടെ മുന്നോട്ട് പോയി ഏകദേശം ഒരു 10 മാസമൊക്കെ നമുക്ക് കഴിഞ്ഞുള്ളൂ അടുത്ത ഹീറ്റിങ് കാണിക്കുകയുള്ളൂ. അതിനാണ് കൂടുതലും കാണിക്കുന്നത്. ബീറ്റിലൊക്കെ 2-3 മാസം കഴിയുമ്പോൾ തൊട്ട് വീണ്ടും ഇളകാൻ. ഫീമെയിൽസ് അല്ലേ? ജമുനാപ്പാരില്ല, പക്ഷെ നല്ല എൻ്റെ നിന്ന് നല്ല ക്വാളിറ്റിയിലുള്ള ജമുനാപ്പാരിയായിരുന്നു. ചേട്ടനാണ് ഈ
നമ്മുടെ ഈ ഇവിടുത്തെ എല്ലാം മെയിൻ ആയിട്ടുള്ള ബ്രീഡർ, അതായത് നല്ല കുട്ടികളെ മലബാറിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, അതായത് നമുക്ക് പ്യൂർ ബ്രീഡ് വളർത്തുന്ന ആൾക്കാർ എല്ലാവരിലും മലബാറികളാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒറിജിനൽ ബ്രീഡ്സിനെ വളർത്തുന്നതാണ് മലബാറി വളർത്തുന്നവർക്ക് നല്ല കുട്ടികൾ കിട്ടുന്നത്, നല്ല ഗ്രോത്ത് റേറ്റ് ഉള്ള, നല്ല കളറുള്ള, നല്ല ഹൈറ്റ് ഉള്ള, പാലുള്ള കിട്ടുന്നത്. അപ്പോൾ ബ്രീഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ചേട്ടൻ്റെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. എൻ്റെ അടുത്ത് അയർക്കുന്നം, കോങ്ങാണ്ടൂര്, പുല്ലുവലി, പ്രോപ്പർ സ്ഥലം പുല്ലുവലി എന്ന് പറയുന്ന സ്ഥലത്താണ്. രാവിലെയും വൈകുന്നേരം വെച്ചാൽ നോർമലി മഴക്കാലത്താണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ക്രോസ് ചെയ്യിക്കുന്നത് കുഴപ്പമില്ല. വേനൽക്കാലത്താണെങ്കിൽ കഴിവതും രാവിലെ തന്നെ ക്രോസ് ചെയ്യിപ്പിക്കുക. നോർമലി പല ആടുകളുടെ രീതി എന്ന് പറഞ്ഞാൽ പലതും പല പല രീതിയുണ്ട്. ചിലത് ഹീറ്റിംഗ് ടെൻഡൻസി കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട ഫീമെയിൽസ് ഉണ്ട്. ചുരുങ്ങിയത് ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് അല്ല 12 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവസാന സമയത്താണ് ഹീറ്റിംഗ് ടെൻഡൻസി കാണിച്ചിട്ട് ഒരു അവസാന സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഇത് വർഷങ്ങളായിട്ട് നമ്മളിവിടെ എൻ്റെ ചെറുപ്പകാലം തൊട്ട് വീട്ടിലുണ്ടായിരുന്നതാണ് ഒരു ക്രോസ്. ഒരു 1-2 മുട്ടന്മാരെ നിർത്തി വളർത്തി പോന്നിരുന്നു. പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നപ്പം നല്ല ബ്രീഡുകളെയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അത് പലയിടത്തിൻ്റെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയും വെളിയിൽ നിന്നും തപ്പി നല്ല ക്വാളിറ്റിയുള്ള മെയിൽസിനെ സെലക്ട് ചെയ്ത് നമ്മൾ വന്ന് വളർത്തുന്നു. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രീഡുകൾ ഫീമെയിൽസുകൾ വളരെ കുറവാണ്. അപ്പോൾ എല്ലാം സാധാ ആടുകളെയായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മളിപ്പം ബ്രീഡ് മുട്ടന്മാരെ തുടങ്ങിയതിന് ശേഷം കൂടുതൽ മലബാറി ഒരു 99% മലബാറി ആടുകളാണ് ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ബ്രീഡേഴ്സ് ചോയ്സ്, അതായത് നമ്മുടെ ഇതനുസരിച്ച് കൊണ്ടിരുന്ന ആടിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം. നമുക്ക് പാലുള്ള ആട് വേണമെങ്കിൽ ബീറ്റൽ വേണം, ഭംഗിയുള്ള ആട് വേണം, ജമുനാപ്പാരി വേണം. 10-30 കിലോ ഉള്ള ഒരു ആടിനെ കൊണ്ട് വലിയ ബീറ്റിനെ കൊണ്ട് ക്രോസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ടാണ് പല ഏജ് റേറ്റിലുള്ള എല്ലാ ബ്രീഡും തന്നെ ഞാൻ വളർത്തി. നമ്മുടെ മലബാറി മുട്ടനുണ്ടോ ഇവിടെ? ഉണ്ട്, മലബാറി മുട്ടനുണ്ട്. മലബാറി മുട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട്. പിന്നെ അവർക്ക് ക്രോസിംഗ് ടെൻഡൻസി കൂടുതലുണ്ട്. അപ്പോൾ ഈ ബ്രീഡ് മുട്ടന്മാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫീമെയിൽസിന് ഒരു ക്രോസിങ് മറ്റേ ഹീറ്റിംഗ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കൂടുതലും അവർ ക്രോസ് ചെയ്യാൻ താല്പര്യപ്പെടുള്ളൂ. അപ്പോൾ അതല്ലെങ്കിൽ അവരൊന്ന് മണത്ത് നോക്കിയിട്ട് പതുക്കെ മാറും. അത് നമ്മുടെ ബ്രീഡ് മുട്ടന്മാർക്കുള്ള ഗുണം തന്നെയാണ്. നാടൻ മുട്ടനാണെങ്കിൽ അതൊന്നും വിഷയമൊന്നുമല്ല. പ്രതിരോധശേഷിയും കൂടുതലാണ്. എത്ര വയസ്സ് വരെ ഇതിനെ ക്രോസ് ചെയ്യാൻ നിർത്തും? ഒരു 3-3.5-4 വയസ്സ് വരെയൊക്കെ മാക്സിമം നിർത്തുള്ളൂ. സാധാരണ 3 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ മാറ്റുക വെച്ചാൽ പിന്നെ അതിൻ്റെ കുട്ടികൾ വേഗം തുടങ്ങും. ചേച്ചാൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജനറേഷൻ വരുമ്പം അതിൻ്റെ വ്യത്യാസം വരും. ഇപ്പം ഒരു 10-30 കിലോ ഉള്ള ഒരു ഫീമെയിൽസിനെ ഒരു ബീറ്റിൽ വെച്ച് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ആ കുട്ടി ഒരു വയസ്സൊക്കെ റേഞ്ച് ആകുമ്പോഴത്തേക്ക് ഒരു 50 കിലോ മുകളിൽ വെയിറ്റിലേക്ക് വരും. ഫാദറിന്റെ ആ ഒരു ഗുണം, ബ്രീഡിന്റെ ഒരു ഗുണം കാണിക്കും. വീണ്ടും അതിനെ ഒറിജിനൽ ബ്രീഡ് കൊണ്ട് ക്രോസ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ അടുത്ത ജനറേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അങ്ങനെയാണ് ഈ നല്ല ഇതിലേക്ക്. പിന്നെ മഹേഷ് ചേട്ടന്റെ പ്രത്യേകത എപ്പോഴും ഇൻബ്രീഡ് വരാതിരിക്കുക. അപ്പൊ ഒരു മുട്ടനെ തന്നെ കുട്ടിയും മദറും ഒക്കെ ഒരു ഫാദറിൽ തന്നെ ആകാതിരിക്കാൻ വേണ്ടിയാണ്, ഇൻബ്രീഡ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മുട്ടന്മാർ ഇത്ര നിർത്തിയിരിക്കുന്നത്. അതുപോലെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, ഡിസ്പോസ് ചെയ്ത് പിന്നെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും കർഷകർക്ക് നഷ്ടം വരില്ല. പിന്നെ അപ്പോൾ ഇൻബ്രീഡ് വന്നു കഴിഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് കുറയും. അങ്ങനെയൊക്കെ അതൊക്കെ ഒഴിവാക്കാൻ വളർച്ച തീരെ ഇല്ലാതെ പോകും. ഓക്കെ, അതൊക്കെ സാധാ കർഷകർക്ക് അറിയാമല്ല. അപ്പോൾ നമ്മൾ സാധാ കർഷകർ ആടിനുമായിട്ട് വരുന്നവർ ഇവിടെ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഏത് ബ്രീഡ് വേണോ അത് ഇവിടെ അതിനുള്ള സൗകര്യമുള്ളൂ. കാരണം ഒരു മുട്ടനെ വളർത്തുക എന്ന് തന്നെ പറഞ്ഞ പാടാണ്. അപ്പോൾ 8 പല വെറൈറ്റിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രീഡും ഇപ്പം നമ്മൾ ഇഷ്ടം കൊണ്ടോ. ജമുനാപ്പാരി നല്ല ക്വാളിറ്റി ജമുനാപ്പാരി ഇടയ്ക്ക് കൊടുത്തു. തോത്താപ്പാരി എന്ന് പറയുന്ന ബ്രീഡ് ഉണ്ടായിരുന്നു. തോത്താപ്പാരിയും നമ്മൾ ഇതായിപ്പോയി. ഇപ്പം പിന്നെ ജമുനാപ്പാരിയും തോത്താപ്പാരിയും നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇണങ്ങി ഒരെണ്ണം കിട്ടാത്തത്, ഒറിജിനൽ സാധനം കിട്ടാത്തത് കൊണ്ട് നമ്മൾ അത് എടുത്തിട്ടില്ല. പിന്നെ കരോളി എന്ന് പറയുന്ന ഒരു ബ്രീഡും വളർത്തി. കരോളി നല്ല എല്ലാ ബ്രീഡ്സിനും ഉണ്ട്. കരോളി എന്ന് പറയുന്ന ബ്രീഡ് നല്ല ഗ്രോത്ത് റേറ്റാണ്, നല്ല ഭംഗിയാണ് കാണാനും. കരോളി. പക്ഷെ കരോളി ഫീമെയിൽസും ഒക്കെ മെയിലും എല്ലാം വളരെ റെയറാണ്. ഇപ്പം നേരത്തെ കാണുന്നുണ്ട്, ഇപ്പം വളരെ കുറവാണ്. ഇപ്പോൾ തോത്താപ്പാരിയും വളരെ കുറവിലാണ്. തോത്താപ്പാരി എന്ന് പറഞ്ഞ ബ്രീഡ് ഉണ്ടായിരുന്നു. തോത്താപ്പാരി ഒരു ഏറ്റവും ഡിമാൻഡ് ഏതിനാണ്? ഇപ്പം നമുക്ക് ബീറ്റിൽ തന്നെയാണ്.
എല്ലാവരും പാലിന് വേണ്ടിയാണ് പാലും ഇറച്ചിയും ആവശ്യത്തിന് എല്ലാം നോക്കിയാലും ബീറ്റിലാണ്. ഇപ്പൊ ചേട്ടൻ ട്രെൻഡിങ്ങിനനുസരിച്ച് പോകും. ഇതിനു മുമ്പ് ജമുനാപ്പാരി ട്രെൻഡിങ് ജമുനാപ്പാരി എൻ്റെ നിൽക്കുന്ന നല്ല സൂപ്പർ ക്വാളിറ്റി ആയിരുന്നു. പക്ഷെ അവന് 100 കിലോ മൂളി വെള്ളിക്കണ്ണോട് ഹൈദരാബാദ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ 100 കിലോ മൂളി വെയിറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ചെറിയ ആടുകളെ നമുക്ക് അവന് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. 100 കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവന് ശല്യമൊന്നും ഇല്ലായിരുന്നു. ജമുനാപ്പാരി എന്ന് പറയുന്നത് നല്ല ശല്യത്തിൽ ഉള്ള ഒരു മുട്ടനാടാണ്. പക്ഷെ നമ്മുടെ നിന്നത് നല്ല ചേട്ടാ. ഇത് നമുക്ക് എത്ര നാൾ നടത്തിയിട്ട് നഷ്ടമായിട്ടൊന്നും തോന്നുന്നില്ല. മഹേഷ് ചേട്ടനെ കോൺടാക്ട് ചെയ്യാൻ, ആടിനെ മേടിക്കാനും അതുപോലെ തന്നെ ക്രോസിങ്ങിനുള്ള കോൺടാക്ട് നമ്പർ ഒന്ന് പറഞ്ഞു മഹേഷ് ചേട്ടാ. എൻ്റെ ഫോൺ നമ്പർ 9847 643050. ഒന്നുകൂടെ പറഞ്ഞത് 94 47 64 30 50. ഈ നമ്പറിൽ മഹേഷ് ചേട്ടനെ വിളിച്ചാൽ എപ്പോഴും കിട്ടും. അപ്പോൾ നിങ്ങൾ ക്രോസ് ചെയ്യാൻ വരുവാണെങ്കിൽ വിളിച്ചിട്ട് വരിക. തലേ ദിവസം വിളിച്ചിട്ട് രാവിലെയും വൈകിട്ട് നമ്മൾ വിളിക്കാതെ ഇവിടെ എപ്പോഴും ആള് കാണും. ഈ ഇടസമയത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലാതെ വരുള്ളൂ. അപ്പം ഞാനും ഇവിടെ സ്ഥലത്തില്ലെങ്കിൽ നമുക്ക് കടയും കൂടെ ഉള്ളതുകൊണ്ട് ചേട്ടനെ വിളിക്കുകയാണെങ്കിൽ ലൊക്കേഷനൊക്കെ അയച്ചു. അപ്പോൾ താങ്ക് യു. ഞങ്ങൾ ഇതെല്ലാം വിസിറ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ ഞങ്ങളെല്ലാം വളരെ സന്തോഷമായി. ഇതാണ് മഹേഷ് ചേട്ടൻ്റെ ഫാമിൻ്റെ അഡ്രസ്സ്. ബ്രീഡേഴ്സ് ചോയ്സ് ഗോഡ് ബ്രീഡിംഗ് സെൻറ്റർ, 9847643050, 9656544714, തോത്താപ്പൂരി, ജമുനാപ്പാരി, ബീറ്റൽ, സിരോഹി, ഹൈദരാബാദി എല്ലാ ബ്രീഡും ഇവിടെയുണ്ട്.